ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേഡ് ടോക്സിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയൊരു ഓഫറിനെ കുറിച്ചിട്ടാണ്. പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പുതിയൊരു ഓഫർ. കമ്മോഡിറ്റി ട്രേഡിംഗ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഒരു സർവർ ഇഷ്യൂ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ, പ്രോപ്പറായിട്ടുള്ളൊരു ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. അതായത് ഈ ട്രേഡിംഗ് ബ്രോക്കർ അക്കൗണ്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നു, നമ്മുടെ ഫണ്ട് ആഡ് ചെയ്യുന്നതിലുള്ള ഇഷ്യൂസ് വരുന്നു, ഇതിനൊന്നും പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഇപ്പോൾ നമുക്ക് കേരളത്തിലെ ഏറ്റവും നല്ലൊരു കസ്റ്റമർ സപ്പോർട്ട് തരുന്ന എൻറിച്ച് എന്ന് പറയുന്ന ബ്രോക്കിംഗ് ഫേമിനെ കുറിച്ചിട്ടാണ്. ഇവർക്ക് നമ്മുടെ എറണാകുളത്ത് മോഡേൺ ബ്രെഡിൻ്റെ തൊട്ടടുത്ത്, മോഡേൺ ബ്രെഡിൻ്റെ കമ്പനി നിങ്ങൾക്കറിയാം, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവർക്ക് എറണാകുളത്ത് ഓഫീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളത്തിൽ വളരെ മികച്ചൊരു സപ്പോർട്ടാണ് എൻറിച്ച് ബ്രോക്കിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്കടെ ഒരു ദീപാവലി ഓഫർ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു അടിപൊളി പാക്കേജ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മണി കൺട്രോൾ, ഫുൾ ന്യൂസസ് ലഭിക്കുന്ന മണി കൺട്രോളിൻ്റെ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ എൻറിച്ചിൽ അക്കൗണ്ട് ഓപ്പൺ. ഈ ദീപാവലി ഓഫറാണ്. ഈ ദീപാവലി പീരീഡ് തീരുന്നതിന് മുമ്പ് നമ്മൾ ഈ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് റിവ്യൂ നമ്മൾ ഈ വീഡിയോ തന്നെ ഇടുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നാളെ തന്നെ നമ്മൾ കമ്മോഡിറ്റി ട്രേഡിങ്ങിൻ്റെ ഒരു അടിപൊളി സ്ട്രാറ്റജി നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻ്റ് ഇടുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ ഒരു അടിപൊളി ദീപാവലി ഗിഫ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ, ഈ ഒരു ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സെലക്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് ഏറ്റവും അടിപൊളി ഒരു ദീപാവലി ഗിഫ്റ്റ് തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ അതിനെ വിട്ടുപോകരുത്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ അവസാനം വരെ കാണുക. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എൻറിച്ചിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ, അതായത് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും വരിക. അവിടെ നിങ്ങൾ പാൻ നമ്പറും മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം നിങ്ങൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. ചിലവർക്ക് നിങ്ങൾക്ക് ഒരു OTP വെരിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പാൻ നമ്പർ അടിക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക, എംപ്ലോയി കോഡ് അടിക്കുക. എംപ്ലോയി കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കി അടിക്കുക. അത് ഡീറ്റെയിൽസ് നിങ്ങൾ 1 by 1 ആയിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ കൊടുക്കുക, അതർ ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആദ്യം കൊടുക്കുന്നത് ട്രേഡിംഗ് സെഗ്മെന്റ് ആണ്. നമ്മൾ F&Oയും കമ്മോഡിറ്റിയും നിങ്ങൾ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് കൂടുതൽ ബ്രോക്കറേജ് ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ ലിവറേജ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ബ്രോക്കറേജ് പ്ലാൻ നോർമൽ ആഡ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ദെൻ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ മൊത്തം എൻ്റർ അടിക്കുക, ബാങ്കുമായിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ അടിക്കുക, നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ, അഡ്രസ്സ്, അതുപോലെയുള്ള അതർ ഡീറ്റെയിൽസ് എല്ലാം അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ ഇട്ടിട്ട് അത് അവിടെ അപ്ലോഡ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും അപ്ലോഡ് ചെയ്യുക, ദെൻ നെക്സ്റ്റ് അടിക്കുക. ഇനി കാണുന്ന ഈ പേജിൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് 6 month സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ ബാങ്കിന്റെ ലേറ്റസ്റ്റ് 6 month സ്റ്റേറ്റ്മെന്റ് ഈ ഒരു പേജിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് IP വീഡിയോ ഉണ്ട്. നിങ്ങളുടെ പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് പിടിച്ചു കിട്ടും. ഒരു 10 സെക്കൻഡ് ഫേസ് വീഡിയോ നിങ്ങൾ എടുക്കണം. അവിടെ നിങ്ങൾ സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ വീഡിയോ ക്യാമറ ഓപ്പൺ ആവും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പാൻ കാർഡോ ആധാർ കാർഡ് പിടിച്ചതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഫേസ് വീഡിയോ, ദെൻ അതിനുശേഷം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഓക്കെ അടിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ. ഇതിന് ശേഷം ഒരു 48 hours നിങ്ങൾക്ക് ഇതുപോലുള്ള അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് മെയിലായിട്ട് ലഭിക്കുന്നതാണ്. ആലിസ് ബ്ലൂവിൽ അക്കൗണ്ട് ഓപ്പണിംഗ് വളരെ എൻറിച്ചിൽ അക്കൗണ്ട് ഓപ്പണിംഗ് വളരെ ഈസിയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് ട്രേഡിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് Monday to Friday ആണ് നമുക്ക് കിട്ടുക. പ്രീ മാർക്കറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 9 മണി മുതൽ 9:15 വരെ, MCXന്റെ 8:45 മുതൽ 8:50 വരെയാണ്. അതിനുശേഷം നോർമൽ മാർക്കറ്റ് ടൈം എന്ന് പറയുന്നത് 9 AM to 11:30, രാത്രി 11:15 വരെയാണ്. ഈ വിദേശത്തുള്ള ടൈം സേവിംഗ് ഡീൽ, അത് നവംബർ മാർച്ച് മാസങ്ങളിലൊക്കെ നമുക്ക് 11:55 വരെ ട്രേഡിംഗ് അവൈലബിൾ ആണ്. അഗ്രി കമ്മോഡിറ്റീസ്, നമ്മുടെ കോട്ടൺ മുതലായ കമ്മോഡിറ്റീസ് ഒക്കെ 9 മണി വരെയും, അതർ കമ്മോഡിറ്റീസ് നമ്മുടെ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ മെറ്റൽസ് ഒക്കെ 11:55 വരെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയാണ് നമ്മൾ ട്രേഡിംഗ് ടൈമിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിനുശേഷം നമുക്ക്
ഓക്കെ, അഗ്രി കമ്മോഡിറ്റീസ് നമ്മൾ സെബി 9 മണി വരെയാണ് തന്നിരിക്കുന്നത്. ആ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ അതിനുശേഷം എൻറിച്ചിന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം. എൻറിച്ചിന്റെ ട്രേഡിംഗ് ഹണ്ട് എന്ന് പറയുന്ന മൊബൈൽ ആപ്പ്, ഹണ്ട് എന്ന് പറയുന്ന മൊബൈൽ ആപ്പ്, മാർക്കറ്റ് ഹണ്ട് എന്ന് പറയുന്ന വെബ് ആപ്ലിക്കേഷൻ, ഇത്രയും പ്ലാറ്റ്ഫോംസ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇതിനെ നിങ്ങൾ മൊബൈലിലാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ട്രേഡ് ഹണ്ട് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വെബ് ആണെങ്കിലോ വെബ് ഹണ്ട് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് നിങ്ങൾ വേറെ സോഫ്റ്റ്വെയർ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബ്രൗസറിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഏറ്റവും അടിപൊളി നല്ല ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഓൾറെഡി അറിയാം, വളരെ ഒരു ലാഗും ഇല്ലാത്ത വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എൻറിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതാണ് മാർക്കറ്റ് ഹണ്ട്. ഇത് അടിപൊളി ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ഇതിനുവേണ്ടി EXE ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ഹണ്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ്. വെബ് ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ഇത്രയും ഫുൾ ഫങ്ഷൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കും. ഇതിനെ നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ ക്ലയൻറ്റ് ID, നമ്മുടെ മെയിലിൽ കിട്ടിയ ക്ലയൻറ്റ് IDയും പാസ്വേഡും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ പേജിലേക്ക് പോവുക. വെബ് ഹണ്ടിൽ ആണെങ്കിൽ വെബ് ഹണ്ടിൽ ലോഗിൻ, എവിടെയാണോ ലോഗിൻ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ നോർമൽ ട്രേഡിങ്ങിലോ വെബ് ഹണ്ടിലോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് പഠിക്കുക, നിങ്ങൾ ലോഗിൻ കൊടുക്കുക. സോ അതിനുശേഷം നമ്മൾ പാസ്വേഡ് അപ്ഡേറ്റ് ചോദിക്കും, പാസ്വേഡ് ചേഞ്ച്, പിന്നെ ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത, എല്ലാത്തിനും 1 എന്ന് ആൻസർ ചെയ്താലും യാതൊരു പ്രോബ്ലം ഇല്ല. 1 എല്ലാത്തിനും ആൻസർ ചെയ്താലും യാതൊരു പ്രോബ്ലം ഇല്ല. കാരണം പിന്നീട് ചോദിക്കുമ്പോൾ നമ്മൾ മറന്നു പോകാതിരിക്കാനുള്ള നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 1 എന്ന് നമ്മൾ എൻ്റർ ചെയ്തു, ദെൻ ഓക്കെ അടിച്ചു. അതിനുശേഷം നമുക്ക് വീണ്ടും ആ പുതിയ പാസ്വേഡ് യൂസർ നെയിം അടിച്ചു കൊടുക്കാൻ പറയും. നമ്മൾ എന്ത് ചെയ്യുക, പാസ്വേഡ് അടിച്ചു കൊടുക്കുക. നമ്മൾ ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് കമ്പനി തരുന്ന പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുത്തതിന് ശേഷം പുതിയ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. സോ പുതിയ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു. സോ അങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനി അയക്കുന്ന പാസ്വേഡിൽ ട്രേഡ് ചെയ്യാനായിട്ട് നല്ലതല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ അഗെയിൻ ആദ്യം മുതൽ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലോഗിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ വെബ് ഹണ്ടിൽ ഇത് തന്നെയാണ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ചെയ്യുകയാണെങ്കിൽ വരുന്നത്. സോ നമുക്ക് ഇവിടെ ലോഗിൻ നടക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ എന്താണ്, നമ്മുടെ വാച്ച് ലിസ്റ്റ് ആണ്. വാച്ച് ലിസ്റ്റ് അവിടെ ഉണ്ട്. ദെൻ നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ട്, അലേർട്സ് ഉണ്ട്, എല്ലാം നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. സോ വാച്ച് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തൊരു സാധനം നമുക്ക് നോർമലി ബൈ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് CN ഓർഡർ ഉണ്ട്, SL ഓർഡർ ഉണ്ട്, BO ഓർഡർ ഉണ്ട്. കമ്മോഡിറ്റീസ് ആണെങ്കിൽ നിങ്ങൾക്ക് BO CO നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ്. അതേപോലെ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഡാറ്റാസ് കൊടുത്തിട്ട് ബൈ ചെയ്യാം. അതുപോലെ തന്നെ അവിടെ സെല്ല് ഡയറക്റ്റ്ലി നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ഇതുപോലെ തന്നെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എങ്ങനെ നമ്മളൊരു ബൈയും സെല്ലും ചെയ്യുന്നുള്ളവരെ. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ. സോ ഇതിനുശേഷം നമുക്ക് ഇതിൻ്റെ മാർക്കറ്റ് ഡെപ്ത് കാണാം. ലേറ്റസ്റ്റ് ഏറ്റവും അടുത്തുള്ള 5 പൊസിഷൻസിലുള്ള ബിഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനാണ് മാർക്കറ്റ് ഡെപ്ത് എന്ന് പറയുക. ദെൻ ഇവിടെ നമുക്ക് ആ ചാർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ചാർട്ട് അവൈലബിൾ ആണ്. 1 മിനിറ്റ് മുതലുള്ള മുകളിലോട്ടുള്ള എല്ലാ ചാർട്ടുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. ക്യാൻഡിൽ സ്റ്റിക്സ് മാറ്റി നിങ്ങൾക്ക് ലൈൻ ചാർട്ട് ഇടാം. ഇവിടെയാണ് നിങ്ങൾക്ക് കാണുന്ന മേജർ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമുക്ക് അവിടെ ഒരു ബിഗിനറിനൊക്കെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തിട്ട് ചാർട്ട് അനാലിസിസ് ചെയ്യാൻ വളരെ മികച്ചൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് എൻറിച്ചിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ. ഇത് എല്ലാ ടൂളുകളും നിങ്ങൾ ട്രേഡിംഗ് വ്യൂയിലൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ ടൂളുകളും നമുക്ക് എൻറിച്ചിൽ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇവിടെ തന്നെ സെർച്ച് ചെയ്ത് നമുക്ക് ഓരോ സ്ക്രിപ്റ്റുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ലേറ്റസ്റ്റ് സ്ക്രിപ്റ്റുകളൊക്കെ അവിടെ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മെയിൻലി പറയാനായിട്ട് സാധിക്കുന്നത്. സോ ഇവിടെ അതിനുശേഷം നമുക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞ ബാലൻസ് ഇവിടെ കാണാൻ പറ്റും. സോ അവിടെ നമുക്ക് പെയിൻ കൊടുത്ത് നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാം. ഫണ്ടിൻ്റെ അവിടെ പെയിൻ കൊടുത്ത് നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക് ഓഫീസിൽ കയറിയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം സെലക്ട് ചെയ്യാം. സോ അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പർ, ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ലിസ്റ്റ് എല്ലാം അവിടെ ഉണ്ടാവും. അതെല്ലാം സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ രജിസ്റ്റേർഡ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സോ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് സെക്ഷനിലേക്കാണ് ഇനി പോകുന്നത്. ആ നെറ്റ് ബാങ്കിങ്ങിൽ നിങ്ങൾക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല. മൊബൈൽ ആപ്ലിക്കേഷൻ്റെ യൂസർ നെയിം പാസ്വേഡും അടിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ബാങ്ക് ആപ്ലിക്കേഷൻ, ആ ബാങ്ക് ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്കിവിടെ ഫണ്ട് ആഡ് ചെയ്ത് സബ്മിറ്റ് അടിച്ച് ഫണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. സോ ബാങ്ക് ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് UPI ID കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ നമുക്കവിടെ ഒരു UPI നമ്മൾ നെക്സ്റ്റ് അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു UPI ID എൻ്റർ ചെയ്യാനുള്ളൊരു
ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കമ്മോഡിറ്റിയിലേക്കും ഇതിന് സെപ്പറേറ്റ് ഫണ്ടാണ്. സോ കമ്മോഡിറ്റി ചെയ്യുന്ന ആൾക്കാർ കമ്മോഡിറ്റിയിലേക്കുള്ള ഫണ്ടാണ് ആരോ സെലക്ട് ചെയ്യുമ്പോൾ കമ്മോഡിറ്റി സെലക്ട് ചെയ്തിട്ട് വേണം ഫണ്ട് ആഡ് ചെയ്യാനായിട്ട്. സോ ഇത്രയാണ് നമ്മൾ മെയിലിൽ അറിയേണ്ടത്. ഇതുപോലെ തന്നെയാണ് അവിടെ പേ ഔട്ട് ഓപ്ഷനും വരുന്നത്. പേ ഔട്ട് ഓപ്ഷനും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക് ഓഫീസ് ഉണ്ട്, റിപ്പോർട്ട്സ് എല്ലാം നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ്. സോ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. ഒരു മെനു ആണ് MC എക്സ്പാൻഡ്. നിങ്ങൾക്ക് മാർജിൻ കാര്യങ്ങൾ കാണാനുള്ള ലിസ്റ്റാണ് അവിടെ. നമുക്ക് ഓരോന്ന് ട്രേഡ് ചെയ്യുമ്പോൾ എത്ര മാർജിൻ വരും, എത്ര ബ്രോക്കറേജ് വരും, അതിൻ്റെ ലോട്ട് സൈസ് എത്ര, അങ്ങനെയുള്ള ഏത് കോൺട്രാക്റ്റ് ആണ് ഈ മന്തിൽ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു മെനുവിൽ കിട്ടുന്നതാണ്. ഈ ഒരു മെനു നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, കാരണം എപ്പോഴും എല്ലാവർക്കും ആവശ്യം വരുന്ന ഒരു മെനു ആണ്. സോ നമ്മൾ ട്രേഡ് ചെയ്തിരുന്നാൽ എത്ര ടാക്സ് പോകും, എത്ര ബ്രോക്കറേജ് പിടിക്കും, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്പാൻ മാർജിൻ, അതുപോലെ തന്നെ പെർ ലോട്ടിന് എത്ര വരും, ഫ്ലാറ്റ് 20 ആണെങ്കിൽ എത്ര വരും, അല്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ എത്ര വരും, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ ഒരു സെക്ഷനിൽ കാണാനായിട്ട് സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ വരുന്നത് ആ ഒരു സെഗ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളിത് 1 by 1 ആയിട്ട് എല്ലാം ഒന്ന് എടുത്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാകും. അത്ര വലിയ കാര്യമൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. ഓക്കെ, ദെൻ ഇത്രയാണ് നമ്മൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട്. ഇത്രയും വളരെ ഈസി ആയിട്ട് നമുക്ക് ലോഗിൻ ലോഗൗട്ട് ചെയ്യാം. ഇതാണ് എൻറിച്ചിൻ്റെ വെബ് ഹണ്ട് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം.